അപ്പം ചായ കുടിച്ചിട്ട് തുടങ്ങാം. എന്തൊക്കെയാണ് പരിപാടി? കടല ഉപ്പേരി, വെള്ളരിക്കായ, പരിപ്പ്, തക്കാളി, ഉണക്കമീൻ വറുത്തത്, പിന്നെ ഉപ്പുമാ ഉണ്ടാക്കണം. രാവിലെ ആകെ ചിക്കൻ ഇറക്കല്ലേ? ഇത് ഇന്നത്തെ ചോറ്. ഇന്നത്തെ ചോറ് നിനക്ക് തിളപ്പിച്ച് പറ്റിയത്. പണിക്കോളുമ്പോൾ ആവൂലൊക്കെ ആവണം. രാവിലെ ആകെ തിക്ക് നിറക്കും പിടിച്ചിട്ടുള്ള പണിയല്ലേ? കുറച്ച് പരിപ്പെടുത്തിട്ടുള്ളൂ. ഇതന്നെ ബാക്കിയോ താഴത്തെ വന്ന് വെറുതെ കടല കൂട്ടുള്ളേ. രണ്ട് പച്ചമുളക് കയറിയിട്ടാലേ പരിപ്പായി വരുമ്പോഴേക്കും വെള്ളരിക്കായ മുറിക്കണം. കടലരിക്ക് കടല മസാല ഉണ്ടാക്കും. ഇപ്പം ആർക്കും വലിയ ഇഷ്ടമില്ല അത് അങ്ങനെ ചെയ്യുന്നു. ഇതാ ഇഷ്ടം. വെറുതെ ഉള്ളിമുളകും കൂടി സേവിയനെ വിളിച്ചപ്പോൾ അവളും തന്നെ പറഞ്ഞു ഇതാണ് എല്ലാവർക്കും അവിടെ ഇഷ്ടം. അതെന്താണെന്നറിയോ, എപ്പോഴും നമ്മൾ അങ്ങനെയല്ലേ ചെയ്യാറ്. മസാല കിട്ടിയിട്ട് മല്ലിപ്പൊടി പച്ചമുളക്, സവാളയും വെളുത്തുള്ളിയും മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് അത് ഇത് കിട്ടും. ഇന്ന് രാവിലെ ഉപ്പുമാവ് ഇപ്പം എല്ലാവരും ഉണ്ടാക്കണം തന്നെ. ഉപ്പുമാവ് പൊടിയായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, ലൂസായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് പൊടിയല്ല, എനിക്ക് ലൂസിന് ഇഷ്ടം. മറ്റേ ഹോട്ടലിൽ കിട്ടണ പോലത്തെ കട്ടല്ല, ഇങ്ങനെ ഹലുവ പോലത്തെ.
ശകരം ക്യാരറ്റിടാം. അത് പഞ്ഞി പോലെ ഇരിക്കുന്നത്. ഉപ്പുമാവ് റെഡി. ഒരു മാസത്തിന് ശേഷം തന്നെ എന്താ സോഫ്റ്റ്. ഇത് ഷാനുള്ള സ്പെഷ്യൽ ഓംപ്ലേറ്റ് അല്ലേ? സവാളയില്ല, പച്ചമുളകൊന്നും ഇല്ല, കുഞ്ഞിപ്പിള്ളേർ കഴിക്കുന്ന പോലെ. അതിനകത്ത് കുരുമുളക് പൊടി മാത്രമാണ്. മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ മഞ്ഞപ്പൊടി, മുളക് പൊടി, മസാല ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. വേണ്ട വേണ്ട. പിന്നെ പ്രത്യേകിച്ച് ഇനി നമുക്ക് ഈ മറ്റേ പച്ചമുളകില്ലേ ഇടിച്ചു കുത്തി അതുണ്ടാക്കി അതില് കടല ഇങ്ങനെ വയ്ക്കുമ്പോൾ അതാണ് നല്ലത്. അങ്ങനെ ചെയ്യാം. മൂത്തമണം വേണം. കടലൊക്കെ ഇടുമ്പോൾ റെഡി ആയിക്കോളും. പണ്ടേ ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ വെറുതെ ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ടൊക്കെ ഇത് പുഴുങ്ങിയിട്ട് ഇങ്ങനെ എങ്ങനെയാണെന്നറിയോ? ഈ മൂട് പൊട്ടിക്കും, ഇങ്ങനെ കഴിക്കും, എന്നിട്ട് ഇങ്ങനെ ഞെക്കിയിട്ട് അത് എറണാകുളത്ത് പോയിട്ട് ഞാൻ പോയപ്പോൾ ഹസ്ബൻഡ് വീട്ടിൽ വെച്ചിട്ട് ചെയ്യണം പറഞ്ഞു. കായ് റെഡി. ഷാറിന് ഉപ്പുമാവും പഞ്ചസാര ആകെ തിക്ക് തിറക്ക് ബഹളം. പരിപ്പ്, കുമ്പളങ്ങ, നമ്മുടെ നാടൻ കറി, വെള്ളരിക്കായ, വെള്ളരിക്കായ, തക്കാളി, ഒരു തുണ്ട് മുളക് പൊടി, ഒരു തുണ്ട് മഞ്ഞൾപ്പൊടി, നമ്മുടെ നാടൻ കറി. ഓ, ഉപ്പിൻ്റെ കാര്യം മറന്നാ? ഇല്ല, നേരത്തെ അവിടെ ഉപ്പും പാത്രം കണ്ടപ്പോൾ ഇട്ടോന്ന് അറിയില്ല. ഇട്ടുണ്ട്. നന്നായി. അല്ലെങ്കിൽ ഇപ്പൊ ഒന്നുകൂടി ഒരു വട്ടം കൂടി ഉപ്പിട്ടാണല്ലേ? ഇന്നലെ എത്ര ടീമിനെ കിട്ടി? ഇപ്പോൾ മൊത്തം എത്ര ടീമായി കളിക്കാൻ? 13 ടീമായി. ഇനി 3 കൂടി ആയാൽ റെഡി. ഓ, ഷാറൻ സംഘടകനായി അല്ല കളി. വെള്ളരിക്കായ ഒന്ന് എന്തുണ്ട് അരപ്പ് വരട്ടിട്ടേ
ഈ കറി ബാക്കിയാവൂലേ? ഇല്ല പിന്നെ അതൊക്കെ ബാക്കിയാവും. ഞാൻ ആരെ കൂട്ടാനാ കാലത്താ കൊണ്ടുപോയി കഴിഞ്ഞു. പരിപ്പും കടലക്കായും ഉണക്കമീൻ കടല പണി കഴിഞ്ഞില്ലേ? ഈ രാത്രി മീൻ കടുക് പൊട്ടിച്ചിട്ട് മീൻ വറുത്തായി. ടാറ്റാ. ശർക്കര പൊട്ടും. പിന്നെ അടപ്പത്തേക്കാൻ പറ്റില്ലേ? അപ്പം ഇവിടെയൊക്കെ കഴിയും. ഉണക്കമീൻ വറവ്. ദേശം മതി എനിക്ക് പറഞ്ഞ തന്നെ എടുക്കണമല്ലോ. ഞങ്ങൾ കഴിക്കില്ല. ഞങ്ങൾക്ക് പിന്നെ ഉണക്കമീനും അത് ചാറ് ചൂടാക്കാം. പിന്നെ വെള്ളം ആകെ തിരക്കാണ്. ഇത് കഴിഞ്ഞ കഴിഞ്ഞില്ലേ ബഹളം? ഈ സ്വസ്ഥത്തിന് സീരിയലുള്ളൂടെ? അതല്ലേ ആ സീരിയലിന്റെ പേര് മാത്രമേ ഉള്ളൂ. പിന്നെ വേറത്തെ പണി രാവിലെ രാവിലത്തെ അങ്ക കഴിഞ്ഞ റെസ്റ്റ്. പിന്നെ 2 മണിയാകുമ്പോ ആഹാ ഇത്ര പോലെ ഏഷ്യാനെറ്റിലാകെ 4 മണിക്കൂർ സീരിയലുള്ളൂ. അത് പറഞ്ഞേ. പിന്നെ സൂര്യ സൂര്യത്ത് ഇന്നലെ എന്നെ കണ്ടു തീർത്തു. ഇന്നലെ വരണ എന്നെ കണ്ടു തീർത്തു. നീ അത് പറയില്ലല്ലോ പകലിന്ന് കണ്ടോന്നു. പരിപാടി കഴിഞ്ഞില്ലേ? ഞാൻ പോയി കുളിക്കട്ടെ. രാവിലത്തെ തിക്കുന്നതൊക്കെ കഴിഞ്ഞു. ചോറ് കെട്ടി ഒക്കെ പറഞ്ഞേക്ക്. ഇനി രാത്രി കാണാം. നീ രാത്രി വന്നിട്ടല്ലേ? രാത്രി വന്നിട്ട് കുത്തി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ചങ്കകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം അല്ലേ? അപ്പോൾ ഞാൻ പണിക്ക് പോട്ടെ. റെഡി.